ഈ ക്യാൻസർ നമ്മുടെ നാട്ടിൽ പെരുകുന്നത് ഇംഗ്ലീഷ് മരുന്ന് ആളുകളുടെ വിചാരം രോഗം മാറ്റി തരുന്ന അത്ഭുത സാധനം എന്നാണ്. ഇനി വേറൊരു സാധനം ഞാൻ പറയാം. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? അതൊന്നും ചെയ്യുന്നേ ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കോമൺ വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന 200-ലധികം മരുന്നുകൾ വിഷാദ രോഗം ഉണ്ടാക്കും, ആത്മഹത്യ ചെയ്യിപ്പിക്കും. നമുക്ക് ആത്മഹത്യ ചെയ്യാൻ ഒരാഗ്രഹമില്ല, പക്ഷെ നമ്മളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്. വിഷാദ രോഗത്തിന് ഡോക്ടർമാർ സൈക്യാട്രിസ്റ്റ് തരുന്ന മരുന്ന് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നാണ്. സ്റ്റിറോയിഡ് മരുന്നുകൾ. ഒരു ആക്സിഡൻറ്റ് പറ്റി ആശുപത്രി കിടക്കുന്ന ആളുകൾക്ക് എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല, എല്ലാവർക്കും കൊടുക്കുന്ന മരുന്നാണ്. ഒറ്റ ആഴ്ച കൊണ്ട് പ്രമേയം, ചിലപ്പോൾ 2-ാമത്തെ ദിവസം പ്രമേയം പിടിക്കും പലർക്കും സ്റ്റിറോയിഡ് മരുന്നെടുത്താൽ. ഓപ്പിയോയിഡ്സ്, വേദനാ സംഹാരികൾ. അതിൽ ഓപ്പിയോയിഡ് മരുന്നുകൾ ക്യാൻസർ ആത്മഹത്യ ചെയ്യിപ്പിക്കും. ഉത്കണ്ഠയ്ക്ക്, പേടിക്ക്, ആ മരുന്നുകളും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നു. മുഖക്കുരുവിൻ്റെ മരുന്നുകൾ. എത്ര പേര് പെൺകുട്ടികൾ, ചെറുക്കന്മാരാണ് വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്തു. ഇതുപോലുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആ വാസനയെ തടയാനായിട്ടുള്ള വിവേകം ഉണ്ടാവില്ല. കോൺട്രാസെപ്റ്റീവ്സ്, ഗർഭനിരോധന ഗുളികകൾ ക്യാൻസറും ഉണ്ടാക്കും. ഈ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, വിഷാദരോഗം ഉണ്ടാക്കും, ആത്മഹത്യയിലേക്കും തള്ളിയിടും. പ്രത്യേകിച്ച് ഈ വിവാഹം കഴിയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വീട്ടിലുണ്ടായി, പെണ്ണ് ആത്മഹത്യ ചെയ്തു. ചെറുക്കൻ്റെ അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി ഒക്കെ ജയിലിലാണ്. ഒരു വീടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അതിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ പെണ്ണ് ആത്മഹത്യ ചെയ്തു. പെണ്ണിൻ്റെ വീട്ടുകാർ പറയും അവിടെ ഇട്ട് പീഡിപ്പിച്ചാണെന്ന് പറയും. കാര്യം ഈ മരുന്നാണ് എന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കുമോ? നെഞ്ചരിച്ചിലിനൊക്കെ കഴിക്കുന്ന മരുന്നുകൾ, ഗ്യാസ് ട്രബിളിന് കഴിക്കുന്ന മരുന്നുകൾ ആത്മഹത്യ ചെയ്യിപ്പിക്കും. എന്നുവെച്ചാൽ എല്ലാവരും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ അല്പം ടെൻഡൻസി ഉണ്ടെങ്കിലോ, അല്ലാതെ തന്നെ സൈക്കോളജിക്കലായിട്ട് ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളാണ് ഈ മരുന്ന് കഴിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ പോലും ഇതിനുള്ള സാധ്യത കൂടുതലാണ് ആ മരുന്ന് കഴിക്കുമ്പോൾ. ഏതൊക്കെ ആയുസിൻ്റെ പേരിൽ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇനി ബീജങ്ങളെ കൊല്ലുന്ന മരുന്നുകളുണ്ട്, പുരുഷന്മാരെ ഇമ്പോർട്ടൻ്റ് ആക്കുന്ന, സ്ത്രീയെ വന്ധ്യയാക്കുന്ന മരുന്നുകളുണ്ട്. വെറുതെ അല്ല നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളുണ്ടാകാൻ വേണ്ടി ആശുപത്രി കയറി ഇറങ്ങി നടക്കുന്നത് ഈ മരുന്നുകൾ കഴിച്ചാണ്. ചെക്ക് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടോ, അതോ സമ്പാദിച്ചു കൂട്ടിയ കാശ് മുഴുവൻ ആശുപത്രിക്കാർക്ക് കൊണ്ടേ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് മാത്രം കരുതിയാൽ മതി. ഇന്നലെ ഞാൻ കണ്ടു, ഗൾഫിൽ പോയി പാടുപെട്ട് പണിയെടുത്ത് കാശും കൊണ്ടുവന്ന് അപ്പം തുടങ്ങിയ രോഗിയായി. അത് മുഴുവനും ആശുപത്രിക്ക് കൊടുത്തത് മാത്രമല്ല, പണിത വീടും പണയം വെച്ച് ആ കാശും കൂടെ കൊടുത്തിട്ട് ഇപ്പോൾ സൗജന്യ ചികിത്സ കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നതാണ്. എത്ര പേരാ അങ്ങനെ. അപ്പോൾ നമ്മുടെ ജീവിതം കുറേയും കൂടെ ലളിതമാകും, സുന്ദരമാകും. വീട്ടിലെ ചിലവ് കുറയും, രോഗങ്ങൾ കുറയും, അല്ലെങ്കിൽ ഇല്ലാണ്ടാകും, ആശുപത്രി ചിലവും കൂടെ കുറഞ്ഞാൽ. അങ്ങനെ ആ ഒരു രീതി നിങ്ങളിവിടെ പാലിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രിക്റ്റായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഭക്ഷണമേ ഈ നാട് മുഴുവൻ ഓടി നടക്കുന്ന ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ രോഗമില്ലാതെ ജീവിക്കാനുള്ളൊരു വഴിയിലേക്ക് നിങ്ങളെ ഇൻഡസ്ട്രിയൽ മെഡിസിൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒന്നുമില്ലെങ്കിൽ നാളത്തെ രോഗം ഇന്ന് മാറ്റിത്തരാൻ ഞങ്ങളുടെ മരുന്ന് ഇന്നെടുത്തോളാൻ പറയും, വാക്സിൻ തരും. ആ വാക്സിൻ മറ്റു രോഗങ്ങളിലേക്ക് നിങ്ങളെ തള്ളിയിടുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ തുറന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒന്ന്, രോഗം നിങ്ങളുടെ ശത്രുവല്ല. ആകെ ഒറ്റ രോഗമുള്ളൂ, ഒരു രോഗമുള്ളൂ. കച്ചവട ചികിത്സകർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് കൂടുതൽ രോഗമുണ്ടെങ്കിൽ കൂടുതൽ മരുന്ന്, കൂടുതൽ ആശുപത്രികൾ, കൂടുതൽ സെക്ഷനുകൾ, കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, കൂടുതൽ ഉപകരണങ്ങൾ. നമ്മൾ രോഗം കൊണ്ട് കച്ചവടത്തിന് ഇരിക്കുകയല്ല. അതുകൊണ്ട് നമുക്ക് ഒറ്റ രോഗമുള്ളൂ. എന്താ രോഗം? ഒറ്റ രോഗമുള്ളൂ, അനാരോഗ്യം.